ലോകമെമ്പാടുമുള്ള നമ്മളെ ചീരുള്ളി മീഡിയയുടെ സ്വന്തം പ്രേക്ഷകർക്ക് അഡ്വാൻസ്ഡ് ദീപാവലി ആശംസകൾ. അപ്പോൾ ദീപാവലിക്കായിട്ട് നമ്മൾ ചീരുള്ളി മീഡിയയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കണ്ടേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്? അപ്പോൾ നല്ല സ്വീറ്റ്സ് ആയിട്ടുള്ള 2 ഐറ്റംസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചീരുള്ളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ ഈ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റ് ഒക്കെ മിക്സിൻ്റെ ജാറിക്ക് പൊട്ടിച്ചിട്ട് കേട്ടോ. അതിന് ക്രീമൊന്നും കളയാതെ തന്നെയാണ് ഞാനിടുന്നത്. 120 ഗ്രാമിൻ്റെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റിൻ്റെ കൂടും പിന്നെ ഒരു പകുതിയാണ് കേട്ടോ ഞാനിടുന്നത്. ഇനി നമുക്ക് തന്നെ പൊടിച്ചെടുക്കാം. പൊടിച്ച ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൊടി ഇതാ പാത്രത്തേക്ക് മാറ്റി. ഇനി ഇതോടെ മാറ്റി വയ്ക്കുക. വേറൊരു പാത്രത്തേക്ക് നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ബീറ്റ് ചെയ്യാൻ വേണ്ടി. വിപ്പിംഗ് ക്രീം ഇതാ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തേക്ക് കുറച്ച് മാറ്റണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ചു കൊടുക്കുകയാണേ. 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിക്കുകയാണ് കേട്ടോ. ഇനി ഈ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റിൻ്റെ പൊടിയെന്നേ നമുക്കൊരു 2 സ്പൂണ് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെ വയറ് ഇങ്ങോട്ട് എത്താത്തതുകൊണ്ടാണ് ബീറ്റ് ചെയ്യണത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് പൊടിയൊക്കെ ചേർത്ത വിപ്പിംഗ് ക്രീം ഇതാ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റിക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കുകയാണേ. ഒരു 2 സ്പൂണ്, ഒരു 2.5 സ്പൂണ് പാൽപ്പൊടി കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ ബിസ്ക്കറ്റിക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വിഭവം എന്ന് പറഞ്ഞാൽ പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ പുഡിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ അത് അവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ അതൊന്ന് സെറ്റാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വേഗം തന്നെ സെറ്റാക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ആ ട്രേക്ക് നമ്മളിത് ആ ബിസ്ക്കറ്റ് പൊടിച്ചതും പാൽപ്പൊടി എല്ലാം കൂടി ഉള്ളത് ആ ഒരു മിക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇതാ സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീമില്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ക്രീമിൻ്റെ മുകളിൽ വീണ്ടും നമ്മളെ ബിസ്ക്കറ്റ് പൊടി കേട്ടോ. ഇനി നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ക്രീമില്ലേ നമ്മൾ ഈ ഒരു ബട്ടറും ബിസ്ക്കറ്റും ഒക്കെ ചേർത്ത് വെച്ച ആ ഒരു ക്രീം അതിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മൊത്തത്തിലാണ് കവർ ചെയ്യുക കേട്ടോ. പുഡിങ്ങൊക്കെ അതാ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി ഇത് നമുക്ക് തണുത്തിട്ട് വേണ്ടേ കഴിക്കാൻ. അതിനായിട്ട് നമുക്ക് ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കാം. ഒരു 1.5 മുതൽ 2 മണിക്കൂർ വരെ എന്തെങ്കിലും വെക്കണം കേട്ടോ. നമുക്ക് തീരെ സമയമില്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മണിക്കൂർ തന്നെ വെക്കണേ. പുഡിങ് ഫ്രിഡ്ജ് കൊണ്ട് വെച്ച് വന്നപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വിഭവം ഉണ്ടാക്കി എങ്ങനെയാണ് ഇനിയിപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് ചെയ്യാം അല്ലേ. അപ്പോൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് അടുപ്പത്ത് വെച്ച പാനിലേക്ക് നമ്മളിതാ പാലൊഴിച്ച് കൊടുക്കുകയാണേ. 1/2 ലിറ്റർ പാലാട്ടോ ഒഴിക്കണേ. മധുരത്തിന് ആവശ്യത്തിന് നമ്മൾ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കണേ. അപ്പോൾ പഞ്ചസാരയൊക്കെ നിങ്ങൾ അളവിന് നിങ്ങൾ ചേർക്കണം കേട്ടോ. ഈ പാലും പഞ്ചസാരയും നല്ലോണം ഉരുകി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് 1 സ്പൂണ് ബട്ടർ ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാൽ ഇതാ തിളച്ച് വരുന്നില്ലേ. ഈ ഒരു സമയത്ത് നമുക്ക് പാൽപ്പൊടി കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനൊരു 400 ഗ്രാം പാൽപ്പൊടിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഈ ഒരു 400 ഗ്രാം പാൽപ്പൊടി മുഴുവനായിട്ട് ചേർക്കരുതേ. കുറച്ചിങ്ങനെ ചേർത്ത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ ആ പാൽപ്പൊടി മുഴുവനായിട്ട് ഞാനിതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് കുറുകി വരണം. അപ്പോൾ പാലും പാൽപ്പൊടിയൊക്കെ ഇങ്ങനെ കുറുക്കി ഉണ്ടാക്കണത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതന്നെ പാൽപ്പേട ഉണ്ടാക്കാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ പുഡിങ്ങിന് എന്തായാലും ഏകദേശം ഒരു 2 മണിക്കൂർ വേണമല്ലോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഈ ഒരു പാൽപ്പേട ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശമൊക്കെ കുറുകി വന്നില്ല. ഈ ഒരു സമയത്ത് നമുക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ ഫ്ലെയിം താഴ്ത്തി വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. വേറെയുള്ള പാത്രങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാലല്ലേ പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാ കുറുകി ഏകദേശം നമ്മളൊരു ലാസ്റ്റ് ഘട്ടത്തിലേക്കൊക്കെ എത്തിന് കേട്ടോ. പക്ഷേ ആയിട്ടില്ല. ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാവണം. അപ്പോൾ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക്. അവസാന ഘട്ടമായി. അപ്പോൾ ഇതാ നമ്മളെ പാൽപ്പേട റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ പാത്രത്തിൽ നിന്നൊക്കെ നല്ല പോലെ നമുക്കിതാ വേറിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇത് ഗ്യാസൊക്കെ ഓഫാക്കി നമുക്കിത് വാങ്ങി വയ്ക്കാം. എന്നിട്ട് തണുപ്പിക്കണം. മഴ നിന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതേപോലെ മുറ്റത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടിയിട്ടൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കട്ടോ.
കയ്യിൽ ഇതേപോലെ കുറച്ച് നെയ്യാക്കട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഇപ്പം നല്ലോണം ചൂടാറിയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്രയും വേണ്ട വെച്ചിട്ട് അത്രയും ഭാഗം എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടേ അതുപോലെ കുഴക്കുകയോ പരത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതൊക്കെ അവനെൻ്റെ ഇഷ്ടമാണ്. ഇതൊരു ഷേപ്പാക്കി മാറ്റുക. നമുക്കിവിടെ അങ്ങനെ വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത് മൊത്തത്തിലാണ്ട് കുഴച്ചുരുട്ടി എടുത്തുകൂടെയെന്ന്. അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ചൂടാറാത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് കുഴക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ചൂടാറിയിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഇങ്ങനെ നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കൂലേ, ആ രീതിക്ക് മുഴുവനായിട്ട് കുഴച്ചെടുത്തിട്ട് അതിന് കുറച്ചെടുത്ത് ഉരുട്ടിയാൽ മതി കേട്ടോ. പേടാസ് നല്ല രീതിയിലൊന്ന് ഡെക്കറേഷൻ ചെയ്താലോ? ഒരു ചെറിയാണ് കേട്ടോ വെച്ചിട്ടാണ് നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതാ പേട ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വലിയ കലാകാരിയൊന്നും അല്ല, എനിക്കറിയാലോ. പിന്നെ അതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് വന്നിട്ടുണ്ടോ ഞാൻ നമ്മളെ പുഡിങ്. ഞാൻ അതും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ കഷ്ണങ്ങൾ ഞാൻ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എങ്ങനെയെങ്കിലും കൊണ്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പുഡിങ് നമുക്കൊന്ന് കട്ട് ചെയ്യാം അല്ലേ? പാത്രത്തേക്ക് മാറ്റിക്ക്. അപ്പം ഞങ്ങളിതാ 3 ആൾക്കാരാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യണേ. അപ്പോൾ കഴിക്കല്ലേ? ഉണ്ട്. ഓ നല്ല സ്പോഞ്ച് പോലെ നല്ല പഞ്ഞി പോലത്തെ പുഡിങ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. അടിപൊളി. നല്ല എന്താ അഭിപ്രായം പറയാ? നല്ല സോഫ്റ്റ്. ഇതെന്ത് പുഡിങ് എനിക്കറിയോ? അതിനല്ലേ പൊട്ട അതിന്റെ മുകളിൽ ഓറിയോ കൊണ്ടുവച്ചേ. ഞാൻ ഡെക്കറേഷൻ വെച്ചില്ല. ഈ ഓറിയോ ഇത് ഓറിയോ പുഡിങ് ആണ്. സേമിയത്തിന്റെ പുഡിങ്. ഇപ്പോൾ ദീപാവലിക്ക് ആരും ഇങ്ങനത്തെ പുഡിംഗ് ഒന്നും ചിലപ്പോൾ ഉണ്ടാക്കി വെക്കുന്നുണ്ടാവില്ല. നമ്മളൊരു വെറൈറ്റി ഒക്കെ വെച്ചിട്ടാണ് ദീപാവലിക്ക് പുഡിംഗ് ഉണ്ടാക്കിയത്. പിന്നെ ദീപാവലി സ്പെഷ്യൽ വേറെ ഐറ്റം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ, അതുകൊണ്ട് ചെയ്യട്ടെ. അങ്ങനെ പുഡിംഗ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പാൽപ്പേടയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. എന്നാ പാൽപ്പേട ആ കഴിക്കൂ. അടിപൊളി. കടയിൽ നിന്നൊക്കെ വാങ്ങണ ആ ഒരു ടേസ്റ്റ് വന്നിട്ടില്ലേ? നല്ല രസം കേട്ടോ പൊളിച്ചിന്. ഇതൊക്കെ സിമ്പിൾ പരിപാടികളാണ്. അപ്പം നിങ്ങൾ വീട്ടിലെന്തായാലും ഉണ്ടാക്കി നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എനിക്ക് സാധാരണ പേട ഇഷ്ടാവല്ലേ, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ് ഹോംമെയ്ഡ് പേട, നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഒന്നും കൂടി കൊടുക്കും. എടുക്കാ സുയോണ്ട് പറയണ് ചെറീസിന്റെ ടേസ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പക്ഷേ ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് കഴിച്ചിട്ടല്ലേ ഉള്ളൂ. ഇനി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിച്ചോലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്കറിയാം എത്രമാത്രം ടേസ്റ്റാണെന്ന്. അപ്പോൾ ഈ വരുന്ന ദീപാവലിക്ക് നിങ്ങൾ ഇതേപോലത്തെ ഈ ഒരു സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ആഘോഷിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ഒരു ഈ ദീപാവലിക്ക് ഇതൊക്കെ ഉണ്ടാക്കട്ടെ അല്ലേ? അതെ. അപ്പോൾ നമ്മുടെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊടണം. നാലാണ് നമ്മളുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അതേപോലത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ കണ്ടിട്ട് അമ്മയ്ക്ക് കാണിക്കണ്ട കാണിച്ചിട്ടുണ്ടാ. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കാണുന്നത്. എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. പുഴുവാണ്, വലിയൊരു പുഴുവിനും കൊണ്ട് വന്നിരുന്നു. എവിടെ നിന്ന് കിട്ടി?
ദൈവമേ അതിനോടൊക്കെ എവിടെ ഇങ്ങനെ ഒരു സാധനം നിൽക്കണ് മറ്റേ ഈ കൊമ്പ് പോലെ ഒരു കൊമ്പുള്ളൂ ഒരു കൊമ്പ് ചൊടിച്ച് കളഞ്ഞിട്ടുണ്ടാവും ഇത് ഭയങ്കര സൈക്കോ എനിക്കറിയാം ഈ ഒരു കൊമ്പ് ദൈവമേ വീടിയ പോലെ ട്രെയിന് അതിന്റെ കൂടെ ഒക്കെ ഉണ്ടാ കണ്ണ് പോലൊക്കെയോ കണ്ണല്ലത് അത് വാല് ആ തൊടും അനു വെറുതെ ക്ഷമേനെ പരീക്ഷിക്കുന്നത് രസാ തിന്നാൻ വരുന്ന സാധനല്ല രസാ ഇവനൊരു അറപ്പില്ല ഒരുമാതിരി സൈക്കോ പ്രാന്തൻ